2025 മാർച്ച് മാസം 14 കർണാടകയിലെ തിരക്കേറിയ ഒരു രാവിലെ വെസ്റ്റ് ബംഗളൂരുവിലെ റോഡിലൂടെ ഒരു കാർ മിതമായ വേഗത്തിൽ മുന്നോട്ട് പോവുകയായിരുന്നു. ഡ്രൈവർ സീറ്റിൽ ഇരുന്നിരുന്നത് 34 വയസ്സുകാരനായ ആനന്ദായിരുന്നു. അയാൾ സാധാരണ പോലെ റോഡ് ശ്രദ്ധിച്ചു മുന്നോട്ട് പോവുകയായിരുന്നു. ആ സമയം അയാൾ റോഡരികിൽ ഒരു യുവതിയെയും 2 യുവാക്കളെയും കണ്ടു. അവർ ആ കാറിനെ നോക്കി കൈകാട്ടി ലിഫ്റ്റ് ചോദിക്കുന്നത് പോലെ നിന്നിരുന്നു. അവരെ കണ്ട ഉടനെ ആനന്ദിന്റെ മുഖത്ത് ഭയം തെളിഞ്ഞു. കാലുകൾ ബ്രേക്കിൽ അമർന്നു, കൈകൾ സ്റ്റിയറിംഗിൽ തിരിച്ചു. ആ കാർ വശത്തേക്ക് തിരിച്ചു. അടുത്ത നിമിഷം തന്നെ ആ 3 പേരും കാറിനുള്ളിലേക്ക് കയറി. ആനന്ദ് കാർ സ്റ്റാർട്ട് ചെയ്തു. അവർക്കിടയിൽ സംസാരം ആരംഭിച്ചു. ആ യുവതി പറഞ്ഞു, ഇന്നെന്താണ് നിന്റെ പ്ലാൻ? മുരളി ഒരു ദീർഘശ്വാസം എടുത്തിട്ട് പറഞ്ഞു, നിങ്ങൾക്ക് എവിടേക്കാണ് പോകേണ്ടത്? കാർ പതിയെ മുന്നോട്ട് പോയിക്കൊണ്ടിരുന്നു. ഈ സമയം യുവതി ചോദിച്ചു, നീ ഓഫീസിലേക്കാണോ പോകുന്നത്? ആനന്ദും അതിന് മറുപടി പറഞ്ഞു, അതെ, ഞാൻ ഓഫീസിലേക്കാണ് പോകുന്നത്. ഈ സമയം യുവതി വളരെ കർശനമായി പറഞ്ഞു, ഇന്ന് ഞങ്ങൾക്ക് നീ നൽകാനുള്ള പണം നൽകാതെ എവിടെയും പോകാൻ പറ്റില്ല. ഇത് കണ്ട് ഞെട്ടിയ ആനന്ദ്, ഇല്ല, ഇന്ന് എനിക്കൊരു പ്രധാനപ്പെട്ട ക്ലയന്റിനെ കാണേണ്ടതുണ്ടെന്നും പറഞ്ഞു. ആ സമയം അവന്റെ ശബ്ദത്തിൽ ഒരു വിറയലുണ്ടായിരുന്നു. ഈ സമയത്ത് ആ യുവതി വളരെ പരിഹാസത്തോടു കൂടി പറഞ്ഞു, ഓ, നിനക്ക് ഓഫീസിൽ പോകണം അല്ലേ? പൊക്കോ. പക്ഷെ അങ്ങനെ പോയാൽ പിന്നെ എന്ത് സംഭവിക്കുമെന്ന് നിനക്ക് നന്നായി അറിയാലോ അല്ലേ? ഇങ്ങനെ അവളുടെ വാക്കുകൾ ഒരു ഭീഷണിയായി മാറി. ആനന്ദ് അവളോട് അപേക്ഷിച്ചു, നിങ്ങൾ പറഞ്ഞ പണം ഞാൻ പതിയെ തന്നോളാം, ഇങ്ങനെ കാറിനുള്ളിലിരുന്ന് എന്നെ ഇങ്ങനെ പീഡിപ്പിക്കരുത് എന്ന്. പിന്നെ അവൾ പറഞ്ഞത്, ശരി, ഇന്ന് നീ 5 ലക്ഷം തന്നാൽ മതി, ഞങ്ങൾ കാറിൽ നിന്നും ഇറങ്ങാമെന്ന്. 5 ലക്ഷം രൂപ എന്റെ കയ്യിൽ ഇപ്പോഴില്ല, തരാൻ കഴിയില്ല എന്നും അവൾ പറഞ്ഞു. ഈ സമയം അവൾ ഒരു അല്പം കരുണ കാണിക്കുന്നത് പോലെ പറഞ്ഞു, ശരി, കുറഞ്ഞത് ഒരു 2 ലക്ഷം രൂപ ഇപ്പോൾ തന്നാൽ മതി എന്നും പറഞ്ഞു. ഈ സമയത്ത് ആനന്ദ് വളരെ നിസ്സഹായതയോടുകൂടി പറഞ്ഞു, എന്റെ കയ്യിൽ ഇപ്പോൾ 10,000 പോലും ഇല്ല. 2 ലക്ഷം ഞാൻ എവിടെ നിന്നാണ് കണ്ടെത്തുക എന്ന് അതെനിക്കറിയില്ല. എനിക്കിന്ന് 2 ലക്ഷം കിട്ടിയില്ലെങ്കിൽ നീ വീട്ടിലേക്കും ഓഫീസിലേക്കും പോകില്ല എന്ന് പറഞ്ഞ് അവൾ അങ്ങനെ അലസമായി സീറ്റിൽ ചാരിയിരുന്നു. ഇത് കണ്ട ആനന്ദിന് മനസ്സിലായി, ഇവരിൽ നിന്നും രക്ഷപ്പെടാൻ ഇനി ഒരിക്കലും വാക്കുകൾ കൊണ്ട് സാധിക്കില്ല എന്ന്. അവൻ രാവിലെ മുതൽ വൈകിട്ട് വരെ പലരെയും വിളിച്ചു. അമ്മയോടും പരിചയക്കാരോടും ഒക്കെ പണം ചോദിച്ചു. അവസാനം നഗരത്തിലെ പലയിടങ്ങളിലും കയറിയിറങ്ങി 1,90,000 രൂപ ഒരുക്കി. ആ പണം മുഴുവനും അവൾക്ക് നൽകി. തിരികെ പോകുന്നതിന് മുൻപ് അവൾ ഒരു കാര്യം കൂടെ പറഞ്ഞു, ബാക്കി പണം വേഗം തരണം, ഇല്ലെങ്കിൽ ഞങ്ങൾ പറഞ്ഞത് ഞങ്ങൾ നടപ്പിലാക്കും എന്ന്. അങ്ങനെ ആ യുവതിയും അവളോടൊപ്പം വന്ന 2 യുവാക്കളും കാറിൽ നിന്നും ഇറങ്ങി. സ്റ്റിയറിംഗിൽ തലചായ്ച്ച് ആനന്ദ് പൊട്ടിക്കരയുകയായിരുന്നു. ഇപ്പൊ ചോദ്യം ഇതാണ്, ആ യുവതി ആരാണ്? അവളോടൊപ്പം വന്ന ആ 2 പേർ ആരാണ്? എന്തിനു വേണ്ടിയാണ് അവൾ ആനന്ദിനെ ബ്ലാക്ക്മെയിൽ ചെയ്ത് പണം വാങ്ങുന്നത്? ലോകമെമ്പാടും പ്രശസ്തമായ ഹണി ട്രാപ്പ് എന്ന കുടുക്കാണ് ഇവിടെ ഉപയോഗിച്ചിരിക്കുന്നത്. ഇത് കാണുന്ന പുരുഷന്മാർ വളരെ ജാഗ്രത പാലിക്കുക. ഇന്നത്തെ വീഡിയോ കർണാടകയിൽ നടന്ന ഒരു ഭീകരമായ യഥാർത്ഥ കേസിനെ കുറിച്ചാണ്. വീഡിയോ തുടങ്ങുന്നതിന് മുൻപ് ഒരു കാര്യം പറയാം. നിങ്ങൾ ഈ ചാനൽ ആദ്യമായി കാണുന്നവരാണെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്തിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഒക്കെ കമന്റിൽ അറിയിക്കുക. നിങ്ങളുടെ ഒരു ചെറിയ പ്രവൃത്തിയായിരിക്കും ഈ ഒരു ചാനലിനെ ഒരുപാട് ഉയരങ്ങളിലേക്ക് എത്തിക്കാൻ സഹായിക്കുന്നത്. ഇൻട്രോയിൽ പറഞ്ഞ ആനന്ദ് വെസ്റ്റ് ബംഗളൂരുവിലെ മഹാലക്ഷ്മി ലേഔട്ട് പോലുള്ള ഒരു റെസിഡൻഷ്യൽ ഏരിയയിലാണ് കുടുംബത്തോടൊപ്പം താമസിക്കുന്നത്. ഷെയർ മാർക്കറ്റിൽ ട്രേഡിംഗ് ബിസിനസ് ചെയ്തിരുന്ന ആനന്ദിന് 3 മക്കളുണ്ടായിരുന്നു. ആ സമയത്ത് അയാളുടെ ഇളയ മകളെ സ്കൂളിൽ ചേർക്കണമെന്ന് അവർ തീരുമാനിച്ചിരുന്നു. 2023 ജൂൺ മാസത്തിൽ അടുത്തുള്ള ഒരു പ്രീ സ്കൂൾ LKG UKG ക്ലാസ്സിലേക്കാണ് കുട്ടിയെ ചേർത്തത്. സാധാരണയായി ആനന്ദ് ഓഫീസിലേക്ക് പോകുമ്പോൾ കുഞ്ഞിനെ സ്കൂളിൽ ഇറക്കിവിടും. ചിലപ്പോൾ നേരത്തെ തിരികെ വന്നാൽ അവൻ തന്നെ കുട്ടിയെ കൊണ്ടുവരും. അങ്ങനെയാണ് ആ സ്കൂളിന്റെ പ്രിൻസിപ്പലും അധ്യാപികയുമായ 25 വയസ്സുള്ള ശ്രീദേവി ആനന്ദുമായി സംസാരിക്കാൻ തുടങ്ങിയത്. പിന്നീട് അവൾ കുട്ടിയുടെ കാര്യങ്ങൾ പറഞ്ഞ് ആനന്ദിനെ ഫോൺ വിളിച്ച് സംസാരിക്കാൻ തുടങ്ങി. പക്ഷെ ദിവസങ്ങൾ കടന്നു പോകുമ്പോൾ ഇരുവരിലുണ്ടായിരുന്ന ഈ സംഭാഷണം പതിയെ മറ്റൊരു വഴിയിലേക്ക് തിരിയാൻ തുടങ്ങി. കുട്ടിയെക്കുറിച്ചുള്ള വിവരങ്ങൾ പറയുന്നതിന് പകരം ശ്രീദേവി പലപ്പോഴും ആനന്ദിനെ കുറിച്ചാണ് ചോദിച്ചത്. ഓഫീസിൽ പോയോ? ഇപ്പോഴെന്താണ് ചെയ്യുന്നത്? ഭക്ഷണം കഴിച്ചോ? ശ്രദ്ധിച്ചു വാഹനം ഓടിക്കണം. നിനക്ക് കുറച്ച് ദിവസമായി ശരിയായി ഉറക്കമേ കിട്ടുന്നില്ല അല്ലേ? ഇങ്ങനെ അവൾ ആനന്ദിനെ കുറിച്ച് വളരെ അധികം പരിചരണം കാണിക്കുന്നവളെ പോലെ സംസാരിച്ചു കൊണ്ടിരുന്നു. ഈ ഒരു സമീപനം ആനന്ദിനെ ആകർഷിച്ചു. ഭാര്യ അറിയാതെ ആനന്ദ് ശ്രീദേവിയുമായി പേഴ്സണലായി സംസാരിക്കാൻ തുടങ്ങി. പലപ്പോഴും
അവളെ കഫേയിലേക്ക് ക്ഷണിച്ച് പരസ്പരം കണ്ട് സംസാരിക്കുമായിരുന്നു. ഇങ്ങനൊരു ഔദ്യോഗികമായ സംഭാഷണം വ്യക്തിപരമായ സംഭാഷണത്തിലേക്കും വ്യക്തിപരമായ സംഭാഷണങ്ങൾ നേരിട്ടുള്ള കൂടിക്കാഴ്ചയിലേക്കും മാറി. അതിനുശേഷം ഇരുവരും തമ്മിൽ അടുത്ത് സംസാരിക്കാനും സ്പർശിക്കാനും തുടങ്ങി. ഭാര്യയും കുടുംബവും ഉണ്ടെങ്കിലും ആനന്ദിന്റെ മനസ്സിൽ ശ്രീദേവിയുടെ ഓർമ്മകൾ കൂടുതൽ ശക്തമായി ഇടം പിടിച്ചു. ഈ ഘട്ടത്തിലാണ് 2023 ഡിസംബർ മാസത്തിൽ ശ്രീദേവി ആനന്ദിനോടൊരു സഹായം ചോദിച്ചു. എന്റെ സ്കൂളിൽ കുറച്ച് റിപ്പയർ ജോലികൾ ചെയ്യാനുണ്ട്, അതിനായി 1 ലക്ഷം രൂപ പണം വേണം, 3 മാസത്തിൽ ഞാൻ തിരികെ നൽകാം എന്നവൾ പറഞ്ഞു. സഹായിക്കണം എന്ന ഉദ്ദേശത്തോടെ ആനന്ദ് തന്റെ സേവിങ്സിൽ നിന്നും പണം എടുത്ത് അവൾക്ക് നൽകി. 3 മാസം കഴിഞ്ഞപ്പോൾ പണം തിരിച്ചു ചോദിച്ചു. ഇപ്പോൾ കയ്യിൽ പണം ഇല്ല, കുറച്ച് ദിവസം കൂടെ കാത്തിരിക്കാൻ അവൾ ആവശ്യപ്പെട്ടു. സ്കൂളിന്റെ അഡ്മിഷൻ ഫീസ് കിട്ടുമ്പോൾ തിരികെ നൽകാമെന്നും അവൾ പറഞ്ഞു. ഇത് കേട്ട് ആനന്ദ് കാത്തിരുന്നു. പക്ഷെ പിന്നീട് അവൾ പറഞ്ഞു, ഈ വർഷം അധികം അഡ്മിഷനൊന്നുമില്ല, അതുകൊണ്ട് ആ തുക കുട്ടിയുടെ സ്കൂൾ ഫീസിൽ ഞാൻ കുറയ്ക്കാമെന്ന്. അങ്ങനെയൊക്കെ പറഞ്ഞ് അവൾ അവനെ ആശ്വസിപ്പിച്ചു. എന്നാൽ അതിനുശേഷം ആ പണം ഒരിക്കലും തിരികെ നൽകിയില്ല. ശ്രീദേവിയുമായുള്ള ആ ഒരു ബന്ധം നഷ്ടമാകരുത് എന്ന് കരുതിയ ആനന്ദ് കൂടുതൽ സമ്മർദ്ദം ചെലുത്തിയില്ല. ഇതിന് പിന്നിൽ മറ്റൊരു കാരണം കൂടെ ഉണ്ടായിരുന്നു. അവർ തമ്മിൽ പതിവായി വീഡിയോ കോൾ ചെയ്യാനും പ്രണയപരമായി സംസാരിക്കാനും തുടങ്ങിയിരുന്നു. അതിനു പുറമെ ഒറ്റപ്പെട്ട ഇടങ്ങളിൽ അവൾ ആനന്ദിനെ കെട്ടിപ്പിടിക്കാനും ചുംബിക്കാനും തുടങ്ങി. ഭാര്യയ്ക്ക് സംശയം തോന്നാതിരിക്കാൻ ആനന്ദ് പ്രത്യേകം ഒരു പുതിയ ഫോണും സിം കാർഡും ഒക്കെ വാങ്ങി. പോരാത്തതിന് ശ്രീദേവിക്കും വേറൊരു ഫോണും സിം കാർഡും വാങ്ങിക്കൊടുത്തിരുന്നു. ഇങ്ങനെ ബന്ധം മുന്നോട്ട് പോകുന്നതിനിടെ ശ്രീദേവി വീണ്ടും മറ്റൊരു സഹായം ചോദിച്ചു. എന്റെ അച്ഛന്റെ ആരോഗ്യനില മോശമാണ്, ചികിത്സയ്ക്ക് അടിയന്തരമായി 1 ലക്ഷം രൂപ പണം വേണം എന്നവൾ ആവശ്യപ്പെട്ടു. അതോടൊപ്പം നീ 4 ലക്ഷം രൂപ കൂടെ നിക്ഷേപിക്കുകയാണെങ്കിൽ എന്റെ സ്കൂളിൽ നിന്നെ പാർട്ട്ണറാക്കാം, ലാഭത്തിൽ നിനക്ക് പങ്ക് നൽകാമെന്ന ഒരു വാഗ്ദാനവും അവൾ നൽകി. ഇത്തവണ ആനന്ദ് എന്ത് ചെയ്തെന്നറിയണ്ടേ? ഈ കാര്യം ഭാര്യയോട് പറഞ്ഞു. ഭാര്യയുടെ സമ്മതത്തോടെ അവൻ 2 ലക്ഷം രൂപ സേവിങ്സിൽ നിന്നും എടുത്ത് ശ്രീദേവിക്ക് നൽകി. പക്ഷെ മാസങ്ങൾ കഴിഞ്ഞിട്ടും ശ്രീദേവി ആ പണം തിരികെ നൽകിയില്ല. സ്കൂളിന്റെ ലാഭത്തിൽ ഒരു പങ്കും നൽകിയില്ല. ഇതോടെ ഭാര്യ നൽകിയ പണത്തിന്റെ കാര്യത്തിൽ ആനന്ദിനോട് ചോദ്യമുയർന്നു. പണം എന്തായി? ലാഭത്തിൽ പങ്ക് കിട്ടിയോ? ഇങ്ങനെയുള്ള ചോദ്യങ്ങളൊക്കെ വേട്ടയാടാൻ തുടങ്ങി. ഇപ്പോൾ അവൻ ശ്രീദേവി വിളിച്ചു ചോദിച്ചു. ആ സമയം അവൾ കാര്യങ്ങളൊക്കെ മാറ്റിപ്പറഞ്ഞ് സംഭാഷണം ഒഴിവാക്കാൻ ശ്രമിച്ചു. ആനന്ദ്, ഞാൻ വലിയ സാമ്പത്തിക പ്രതിസന്ധിയിലാണ്. ഈ സമയത്ത് എനിക്ക് ആശ്വാസം നൽകുന്നത് നീ മാത്രമാണ്. നീയും പണം ചോദിച്ച് എന്നെ ഇങ്ങനെ ശല്യം ചെയ്യരുത് എന്നായിരുന്നു അവളുടെ വാക്കുകൾ. അവളുടെ കണ്ണീരിലും ആലിംഗനങ്ങൾക്ക് മുന്നിൽ ആനന്ദ് പൂർണ്ണമായും വഴങ്ങി. അവളോടുള്ള പ്രണയം കാരണം ഇരുവരും തമ്മിലുള്ള അടുപ്പം ഇങ്ങനെ കൂടുതൽ വർദ്ധിച്ചുകൊണ്ടേയിരുന്നു. ഈ സാഹചര്യത്തിൽ ഒരു ദിവസം ശ്രീദേവി ഫോൺ ചെയ്ത് പെട്ടെന്ന് കരയാൻ തുടങ്ങി. നിന്നെ പോലെ മറ്റുള്ളവരിൽ നിന്നും ഞാൻ ലോൺ എടുത്തിട്ടുണ്ട്, ഇപ്പോൾ അവർ പണം തിരികെ ചോദിക്കുന്നുണ്ട്, അതുകൊണ്ട് അടിയന്തരമായി എനിക്ക് 4 ലക്ഷം രൂപ വേണം എന്നവൾ ഇങ്ങനെ സമ്മർദ്ദം ചെലുത്തി. ഇതിനു മുൻപ് നൽകിയ പണം പോലും തിരികെ ലഭിക്കാതിരുന്നതിനാൽ ആനന്ദ് തളർന്നു പോയി. പക്ഷേ ശ്രീദേവി അവിടെ സഹിക്കാതെ ഒരു ദിവസം നേരിട്ട് ആനന്ദിന്റെ വീട്ടിലേക്ക് എത്തി. നീ അല്ലാതെ എനിക്ക് ആരുണ്ട്? നീ പണം തരില്ലെങ്കിൽ ഞാൻ എവിടെ പോകും? ഇങ്ങനെ പറഞ്ഞവൾ വീണ്ടും കരഞ്ഞു. ആ സമയത്ത് ആനന്ദിന്റെ ഭാര്യ ബന്ധുവീട്ടിലായിരുന്നു. അവളെ സമാധാനിപ്പിക്കാനായി വീട്ടിലെ ചിലവിനും കുട്ടികളുടെ വിദ്യാഭ്യാസത്തിനുമായി മാറ്റിവെച്ച 50,000 രൂപ ആനന്ദ് അവൾക്ക് നൽകി. പക്ഷെ കുറച്ച് ദിവസങ്ങൾക്കകം ശ്രീദേവി വീണ്ടും ബാക്കി പണം ചോദിക്കാൻ തുടങ്ങി. ആനന്ദ് തന്റെ അവസ്ഥ പറഞ്ഞ് ഒഴിഞ്ഞു മാറാൻ ശ്രമിച്ചു. ആ സമയമാണ് ശ്രീദേവിയുടെ യഥാർത്ഥ മുഖം പുറത്തു വന്നത്. ഒരു ദിവസം ശ്രീദേവിയുടെ നമ്പറിൽ നിന്നും ചില ഓഡിയോ, വീഡിയോ, ഫോട്ടോസ് ഒക്കെ ആനന്ദിന്റെ ഫോണിലേക്ക് എത്തി. ഇത് കണ്ട് ആനന്ദ് വലിയ ഷോക്കായി. അവർ ഇരുവരും സ്വകാര്യമായി സംസാരിക്കുന്ന ഓഡിയോ ക്ലിപ്പ്, ഒരുമിച്ചെടുത്ത ഫോട്ടോസ്, വീഡിയോസ് ഇതൊക്കെയാണ് അയച്ചത്. അതിനുശേഷം അവൾ ഫോൺ വിളിച്ചു പറഞ്ഞു, ഇന്ന് നിന്നോട് യാചിക്കേണ്ട കാര്യമൊന്നും ഇല്ല, ഉടൻ 20 ലക്ഷം രൂപ വേണം, ഇല്ലെങ്കിൽ ഈ ഫോട്ടോസ് വീഡിയോസും എല്ലാം നിന്റെ ഭാര്യയ്ക്ക് അയക്കും. ഇത് കേട്ട ആനന്ദ് തളർന്നു പോയി. ശ്രീദേവി, നീ എന്താണ് ഈ ചെയ്യുന്നത്? നീ എന്താണ് ഈ സംസാരിക്കുന്നത്? നീ എന്നെ സ്നേഹിക്കുന്നുവെന്നാണ് ഞാൻ വിശ്വസിച്ചത്. ഇങ്ങനെ അയാൾ വിറച്ചുകൊണ്ട് പറഞ്ഞു. പക്ഷെ അവൾ പറഞ്ഞത്, എനിക്ക് നിന്റെ സ്നേഹമൊന്നും വേണ്ട, എനിക്ക് നിന്റെ പണം മാത്രം മതി. ഇതുവരെയും നിന്നോട് സംസാരിച്ചതെല്ലാം അതിനു വേണ്ടി മാത്രമായിരുന്നു. എന്നിട്ട് അവൾ പെട്ടെന്ന് തന്നെ ഫോൺ കട്ട് ചെയ്തു. ഈ സമയം ആനന്ദിനെല്ലാം മനസ്സിലായി, ഇതൊരു ഹണി ട്രാപ്പ് ആയിരുന്നു എന്ന്. ദേഷ്യത്തിൽ അവൻ സിം കാർഡ് നശിപ്പിച്ചെങ്കിലും അവന്റെ മറ്റൊരു നമ്പറിലേക്ക് ശ്രീദേവി വിളിച്ചുകൊണ്ടേയിരുന്നു. നീ എവിടെയാണ് താമസിക്കുന്നത് എന്നറിയാമെന്നും പറഞ്ഞ് ഭീഷണിപ്പെടുത്തി. ഇതോടെ ഭയന്നുപോയ ആനന്ദ് ആ നഗരം വിട്ട് ഗുജറാത്തിലേക്ക് പോകാൻ തീരുമാനിച്ചു. കുട്ടികളെ മാറ്റാൻ സ്കൂളിൽ നിന്നും TC വേണമെന്നാവശ്യപ്പെട്ടു. അത് നൽകാം എന്ന് പറഞ്ഞ് ശ്രീദേവി അവനെ സ്കൂളിലേക്ക് വിളിച്ചു. എന്നാൽ അവൻ ഓഫീസിനുള്ളിലേക്ക് കടന്നപ്പോൾ അവൾക്കൊപ്പം 2 പുരുഷന്മാരും അവിടെ ഉണ്ടായിരുന്നു. അവർ ആനന്ദിനെ പിടിച്ചു കെട്ടി. ശ്രീദേവി ഭീഷണിപ്പെടുത്തിക്കൊണ്ട് പറഞ്ഞു, നീ നഗരം വിട്ടു പോയാൽ നിന്റെ സ്വകാര്യ ഫോട്ടോസ്, വീഡിയോസ് എല്ലാം സോഷ്യൽ മീഡിയയിൽ ഇങ്ങനെ പറന്ന് കളിക്കുമെന്ന്. ഞാനൊന്ന് വൈഫൈ ഓൺ ചെയ്താൽ മാത്രം മതി, നീ മറ്റൊരു സ്ത്രീയുമായി ബന്ധത്തിലാണെന്നറിയും. നിന്റെ ഫോട്ടോസ്, വീഡിയോസ് എല്ലാം ഇന്റർനെറ്റിൽ പടരാൻ ഒരു നിമിഷം പോലും വേണ്ട.
നിന്റെ ഭാര്യ മാത്രമല്ല, ബന്ധുക്കൾ, ഓഫീസ് സ്റ്റാഫ്, സുഹൃത്തുക്കൾ, നിന്നെ അറിയാത്ത ആളുകളുടെ മുന്നിൽ പോലും നിന്റെ പേര് നശിക്കും. ഇനി ഒരു കാര്യം കൂടി നീ കേൾക്ക്. നീ ഈ നഗരത്തിന്റെ അസിസ്റ്റന്റ് കമ്മീഷണർ പോലും ഞങ്ങളുടെ പാർട്ണറാണ്. അതുകൊണ്ട് പോലീസിൽ പോകണമെന്നുള്ള മണ്ടൻ തീരുമാനങ്ങളൊന്നും നീ എടുക്കണ്ട. അങ്ങനെ ചെയ്താൽ അതിന്റെ ഫലം വളരെ ഭീകരമായിരിക്കുമെന്നും പറഞ്ഞു. ഇങ്ങനെ ശ്രീദേവി ആനന്ദിനെ കടുത്ത രീതിയിൽ ഭീഷണിപ്പെടുത്തി. ഇത് കേട്ട ആനന്ദിന്റെ ശരീരം മുഴുവനും വിറയ്ക്കാൻ തുടങ്ങി. ആ മുറിക്കുള്ളിൽ AC ഉണ്ടായിരുന്നെങ്കിലും അയാൾ പേടിച്ച് വിയർത്തൊലിക്കുന്നുണ്ടായിരുന്നു. ശരി, ഞാൻ പണം തരാം എന്ന് വിറയ്ക്കുന്ന ശബ്ദത്തോടുകൂടി ആനന്ദ് പറഞ്ഞു. പക്ഷെ ആ 20 ലക്ഷം അതൊന്നും ഒരുമിച്ച് എനിക്ക് നൽകാൻ കഴിയില്ല. ദയവ് ചെയ്ത് തുകയൊന്ന് കുറയ്ക്കണമെന്ന് ആവശ്യപ്പെട്ടു. അങ്ങനെ ഒരു ചർച്ചയ്ക്കൊക്കെ ശേഷം ശ്രീദേവി പറഞ്ഞു 15 ലക്ഷം രൂപ നൽകിയാൽ മതിയെന്ന്. കാര്യങ്ങൾ ഗുരുതരമാണെന്ന് ആനന്ദിന് മനസ്സിലായി. അവൻ പരിചയമുള്ള പലരോടും പണം ചോദിച്ചു. ഒരാഴ്ചയ്ക്കുള്ളിൽ 5 ലക്ഷം രൂപ എങ്ങനെയൊക്കെയോ കണ്ടെത്തി അത് ശ്രീദേവിക്ക് നൽകി. ബാക്കി 10 ലക്ഷം രൂപ കണ്ടെത്താൻ അവന് കഴിഞ്ഞില്ല. ദിവസങ്ങൾ ഇങ്ങനെ കടന്നുപോയി. ബാക്കി പണം നൽകാത്തതിനെ തുടർന്ന് ശ്രീദേവി ഭീഷണിപ്പെടുത്തി. നീ തന്ന 7 ലക്ഷം അതെന്റെ കൂട്ടാളികൾക്ക് ഞാൻ നൽകി. 5 ലക്ഷം പോലീസ് കമ്മീഷണർക്ക് നൽകി. ഇനി ബാക്കി 8 ലക്ഷം അതുകൂടി തന്നില്ലെങ്കിൽ നിനക്ക് രക്ഷയില്ല. ഇത് കേട്ട് ആനന്ദിന് ക്ഷമ നശിച്ചു. അവൻ ദേഷ്യത്തോടെ പറഞ്ഞു, നീ ഇതിനകം എന്റെ കയ്യിൽ നിന്നും 4 ലക്ഷം രൂപ വാങ്ങിയിട്ടുണ്ട്. ഇനി എനിക്കൊന്നും തരാനില്ല. ഇപ്പൊ ശ്രീദേവി പറഞ്ഞ കാര്യം വളരെ ഭീകരമായിരുന്നു. നീ തന്ന പണം എല്ലാം തീർന്നു. എങ്ങനെ തീർന്നു എന്ന് നിനക്കറിയണ്ടേ? നീ തൊട്ടതിനും ചുംബിച്ചതിനുമൊക്കെ ഓരോ ചുംബനത്തിനും 50,000 രൂപ എന്ന് കണക്കാക്കിയാൽ നീ തന്ന പണമൊന്നും പോരാ. ഇനി ഇങ്ങോട്ടേക്ക് തരാനുള്ളതോ കോടികളാണ്. ഇനി ഒരാഴ്ച സമയമുണ്ട്. അതിനുള്ളിൽ ബാക്കി പണം തരണം. ഇല്ലെങ്കിൽ നിന്റെ പ്രൈവറ്റ് വീഡിയോസ് എല്ലാം പുറത്തു വരുമെന്ന്. ഇത് കേട്ട് ആനന്ദ് പൂർണ്ണമായും തകർന്നു. അവനൊരു വലിയ വലയിൽ കുടുങ്ങി എന്ന തോന്നൽ കാരണം മാനസിക സമ്മർദ്ദം അതിരുവിട്ടു. വാതിലിൽ ബെൽ മുഴങ്ങിയാൽ പോലും ശ്രീദേവിയാണോ എന്ന പേടി. പുതിയ നമ്പറിൽ നിന്നും ഒരു കോൾ വന്നാൽ ഭീഷണിയാണോ എന്ന വിറയൽ. ഇനി ബാക്കി പണം കൊടുത്താലും അവൾ ഒരിക്കലും വിട്ടയക്കില്ല എന്ന് അവന് മനസ്സിലായി. പോരാത്തതിന് അവൾക്ക് കൂട്ടാളികളുമുണ്ട്. ഇതിൽ നിന്നും രക്ഷപ്പെടാൻ എന്താണ് വഴി? ഭക്ഷണം കഴിക്കാനാകാതെ, ഭാര്യയോടും മക്കളോടും സംസാരിക്കാനാകാതെ ആനന്ദ് ഉള്ളിൽ അങ്ങനെ തകർന്ന് ജീവിച്ചു. ഭാര്യ ചോദിക്കുമ്പോൾ ഓഫീസിലെ ടെൻഷനാണെന്നൊക്കെ പറഞ്ഞ് ഒഴിഞ്ഞു മാറി. അവസാനം ഈ സമ്മർദ്ദം സഹിക്കാൻ കഴിയാതെ ആനന്ദ് ആത്മഹത്യ ചെയ്യാൻ പോലും തീരുമാനിക്കുന്നു. എന്നാൽ അവനൊരു കാര്യം ഉറപ്പിച്ചു, ഇനി ഒരു പൈസ പോലും ഈ സ്ത്രീക്ക് കൊടുക്കില്ല. തന്നെപ്പോലെ മറ്റാരും ഈ വലയിൽ വീഴരുത്. അതിന് ഒരേ ഒരു വഴി മാത്രമേ ഉള്ളൂ, പോലീസിൽ പോവുക. ശ്രീദേവിയെയും അവളുടെ കൂട്ടാളികളെയും ജയിലിലാക്കണം. അയാൾ വളരെ ധൈര്യമായൊരു തീരുമാനം അങ്ങനെ എടുത്തു. എന്നാൽ ഈ നഗരത്തിലെ അസിസ്റ്റന്റ് പോലീസ് കമ്മീഷണർ അവളുടെ പാർട്ണറാണ് എന്ന് ശ്രീദേവി മുന്നേ പറഞ്ഞിരുന്നു. അതുകൊണ്ട് ആനന്ദ് നേരെ സൈബർ ക്രൈം കേസ് കൈകാര്യം ചെയ്യുന്ന സെൻട്രൽ ക്രൈം ബ്രാഞ്ച് പോലീസ് സ്റ്റേഷനിലേക്കാണ് പോയത്. അവിടെ എത്തിയതോടെ താൻ നേരിട്ട എല്ലാ പീഡനങ്ങളെക്കുറിച്ചും, ഭീഷണി, ബ്ലാക്ക്മെയിൽ എല്ലാം കരഞ്ഞുകൊണ്ട് അയാൾ പറഞ്ഞു. എല്ലാം കേട്ട ശേഷം പോലീസ് പറഞ്ഞത്, ശരി, ഇനി ബാക്കി പണം കൊടുക്കുന്നത് പോലെ അഭിനയിച്ചാൽ മതി. ഞങ്ങൾ ഒരു പ്ലാൻ തയ്യാറാക്കാം എന്ന്. അതിനുശേഷം ആനന്ദ് ശ്രീദേവിയെ വിളിച്ചു പറഞ്ഞു, ഞാൻ സ്കൂളിലേക്കാണ് വരുന്നത്, നീ അവിടെ വരുമല്ലോ എന്ന് ചോദിച്ചു. അവളും സമ്മതിച്ചു. ആനന്ദ് സ്കൂളിലേക്ക് പോകുമ്പോൾ പോലീസുകാർ രഹസ്യമായി അവനെ പിന്തുടർന്നു. അങ്ങനെ 2025 ഏപ്രിൽ മാസം 1 പോലീസ് ശ്രീദേവിയെയും അവളുടെ 2 കൂട്ടാളികൾ 28 വയസ്സുള്ള സാഗർ, 38 വയസ്സുള്ള ഗണേഷ് എല്ലാവരെയും അറസ്റ്റ് ചെയ്തു. അവരുടെ കൈവശം ഉണ്ടായിരുന്ന മൊബൈൽ ഫോൺ, ലാപ്ടോപ്പ്, മെമ്മറി കാർഡുകൾ, പെൻഡ്രൈവ് എല്ലാം പോലീസ് പിടിച്ചെടുത്തു. അന്വേഷണത്തിൽ മൂവരും ആനന്ദിനോട് പണം ആവശ്യപ്പെട്ടത് സത്യമാണെന്ന് സമ്മതിച്ചു. അസിസ്റ്റന്റ് കമ്മീഷണറുമായുള്ള ബന്ധം, വലിയ അധികാരങ്ങൾ ഇവയൊക്കെ ആനന്ദിനെ ഭീഷണിപ്പെടുത്താൻ പറഞ്ഞ കള്ളക്കഥകളാണെന്നും പോലീസ് കണ്ടെത്തി. ഇപ്പോ അവർക്കെതിരെ IPC സെക്ഷൻ 137 കിഡ്നാപ്പിംഗ്, 308 ബ്ലാക്ക്മെയിൽ, 351 മാനനഷ്ടം വരുത്തും എന്ന ഭീഷണിപ്പെടുത്തൽ ഇവയെല്ലാം ഉൾപ്പെടെയുള്ള വകുപ്പുകൾ പ്രകാരം കേസ് രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. കോടതി വിധി എന്താകുമെന്ന് കാത്തിരുന്ന് തന്നെ കാണാം. ഈ ഒരു കേസിൽ വലിയ മാനസിക പീഡനങ്ങൾക്കിടയിൽ പോലും ശരിയായ തീരുമാനമെടുത്ത ആനന്ദിന്റെ ധൈര്യം തീർച്ചയായും സമ്മതിക്കണം. ഇത്തരം സാഹചര്യങ്ങളിൽ പലരും ആത്മഹത്യയാണ് ഒരു വഴി എന്നൊക്കെ കരുതിയേക്കാം. പക്ഷെ അതൊരിക്കലും ശരിയായ തീരുമാനം അല്ല. സ്ത്രീ ആയാലും പുരുഷനായാലും ആരെങ്കിലും നിങ്ങളെ ബ്ലാക്ക്മെയിൽ ചെയ്താൽ ഭയപ്പെടരുത്. നേരെ പോലീസിനെ സമീപിക്കുക. മാനം പോകും, അഭിമാനം നഷ്ടമാകുമെന്നൊക്കെ ചിന്തിച്ച് മൗനം പാലിച്ചാൽ അത് കുറ്റവാളികൾക്ക് കൂടുതൽ ധൈര്യം നൽകും. ഈ കേസിൽ യഥാർത്ഥ ഇരയുടെ പേര് പുറത്തു വരാതിരിക്കാൻ ആനന്ദ് എന്നൊരു വിളിപ്പേര് നൽകിയെന്നേ ഉള്ളൂ. ഇന്നത്തെ കാലത്ത് ഈ ലോയൽറ്റി എന്നത് വളരെ അപൂർവമായി മാറിയിരിക്കുകയാണ്. ഹൂക്കപ്പ്, സൈഡ് റിലേഷൻഷിപ്പ് തുടങ്ങിയവയൊക്കെ സാധാരണ സംഭവങ്ങളായി മാറി. ഇതൊക്കെ ഓരോരുത്തരുടെയും വ്യക്തിപരമായ തിരഞ്ഞെടുപ്പാകാം. പക്ഷെ ഇത്തരത്തിലുള്ള ജീവിത ശൈലികൾ തെറ്റായ കൈകളിൽ അകപ്പെട്ടാൽ ജീവിതം തന്നെ നരകമായി മാറും. ഈ ഒരു കേസ് പുറത്തു വന്നത് പോലീസിൽ പരാതി നൽകിയത് കൊണ്ട് മാത്രമാണ്. പക്ഷെ പുറത്തറിയാതെ ഇനിയും എത്ര ആനന്ദും ശ്രീദേവിയും ഒക്കെ നമ്മുടെ ഇടയിൽ ഉണ്ടാകാം. ആർക്കറിയും ഇതൊക്കെ? ഞാൻ പറയുന്നത് ഒന്നേ ഒന്നാണ്, സാധ്യമാകുന്ന അത്ര സത്യസന്ധരായി ജീവിക്കുക. ഇത്തരം
കെണികളിലൊക്കെ വീഴാതിരിക്കാൻ ബുദ്ധിപൂർവ്വം പെരുമാറുക. ഈ ഒരു ഹണി ട്രാപ്പ് കേസിനെ കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായം എന്താണെന്നുള്ളത് കമൻറ്റിൽ പറയുക. ഇങ്ങനെയുള്ള വളരെ വ്യത്യസ്തമായ കേസുകളെ കുറിച്ചിട്ട് താല്പര്യമുള്ളവരാണ് നിങ്ങളെങ്കിൽ ഇപ്പോൾ തന്നെ നമ്മുടെ ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യുക. ഇതുവരെയും ഒരു ലൈക്ക് പോലും ചെയ്ത് കണ്ടുകൊണ്ടിരിക്കുന്നവരാണെങ്കിൽ ദയവ് ചെയ്ത് ഒരു ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. നിങ്ങൾ നൽകുന്ന ലൈക്കും നിങ്ങളുടെ അഭിപ്രായങ്ങളും ഒക്കെ ആയിരിക്കും ഈ ചാനലിനെ ഉയരങ്ങളിലേക്ക് എത്തിക്കുക. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം.